നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്തിനാ അമ്മ ഇത് ഒളിച്ചു വെക്കുന്നേ? കണ്ടല്ലേ, ഇതൊക്കെ മാറ്റി നമ്മുടെ ബാഗിൽ കൊണ്ടുവയ്ക്കണം. ആരും കാണരുത്. നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനാ. ഈ ആളുകളെല്ലാം കൂടി സാരി ഗിഫ്റ്റ് ആയിട്ട് തരാൻ തുടങ്ങിയാലേ പാവം വന്ദന എങ്ങനെ ഉടുക്കും? അതാ ഞാൻ എടുത്ത്. നാണല്ലേ ഇളയമ്മക്ക് കിട്ടിയ ഗിഫ്റ്റ് ഒക്കെ അടിച്ചു മാറ്റാൻ? മര്യാദക്ക് നിക്കടി ഇവിടെ. നീ ഇപ്പൊ ഇതെടുത്ത് വരുന്നുണ്ടോ ഇല്ലയോ? ഇല്ല. നീയോ? ഇല്ല. ആഹാ, കാണിച്ചു തരാം ഞാൻ രണ്ടിനെ. അപ്പൊ അത് ഗോവിന്ദ കള്ളിയാ നമ്മുടെ അമ്മ, പെരുങ്കള്ളി. നീ വാ. അച്ഛാ, ഇപ്പൊ നിന്നെ കാണാൻ ഒരു രാജകുമാരന്റെ ചേലുണ്ട്. രാജകുമാരനോ? കൊള്ളാം. അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹം കൂടി കൂടി ഇപ്പൊ വട്ടായോ? അപ്പൊ ദേവക്കുട്ടി, ഒരു പ്രശ്നമുണ്ടല്ലോ. എന്താ അച്ഛാ? രാജകുമാരൻ വിവാഹ പന്തലിലേക്ക് ചെല്ലുമ്പോ രാജരഥത്തിൽ കുതിരപ്പട്ടാളക്കാരുടെ അകമ്പടിയോടെ വരാമായിരുന്നില്ലേ എന്നാരെങ്കിലും ചോദിക്കൂ? പോടാ. ചിലപ്പോഴൊക്കെ നീ വല്ലാതെ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള തോന്നലുണ്ടാകാറുണ്ട് എനിക്ക്. ഏതായാലും ആ സങ്കടം ഇന്നത്തോടെ അവസാനിക്കും. എന്താ അമ്മയത്? മോനെ, അടുത്ത ജന്മത്തിൽ ഈ അമ്മയ്ക്കൊരാഗ്രഹമുണ്ട്. ഓഹോ, അങ്ങനെയാണെങ്കിൽ ആ ആഗ്രഹം ഒന്ന് പറഞ്ഞേ. പറ്റുമെങ്കിൽ ഈ ജന്മത്തിൽ തന്നെ നടത്തി തരാം. എന്താ? അത് പറ്റില്ല മോനെ. കാര്യം ഈ അമ്മയുടെ ആഗ്രഹം അടുത്ത ജന്മത്തിൽ നീ എന്റെ വയറ്റിൽ പിറക്കണമെന്ന. അമ്മേ, ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് ഞാൻ അമ്മയുടെ വയറ്റിൽ പിറന്ന മകൻ തന്നെയാണെന്നാണ്. മോനെ, അച്ഛമ്മ പറഞ്ഞ പോലെ അച്ഛൻ രാജകുമാരനാണെങ്കിൽ വന്ദനാമ്മ രാജകുമാരിയായിരിക്കും അല്ലേ? പിന്നെ സമയാവുന്നു മോനെ, നമുക്ക് ഇറങ്ങാം. അമ്മ നടന്നോളൂ, ഞാൻ വന്നേക്കാം. ഗായത്രി, ഇന്ന് ഞാൻ പോകുന്നത് ഓഫീസിലേക്കല്ല, കല്യാണ മണ്ഡപത്തിലേക്കാ. ഒരാളും ഒരിക്കലും നിനക്ക് പകരമാവില്ലെന്നറിയാം. പക്ഷേ നമ്മുടെ നിയമമൊക്കെ ഒരമ്മയുടെ സ്നേഹം കിട്ടുമെങ്കിൽ അത് ഞാനായിട്ട് നിഷേധിക്കുന്നില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.